നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെയാണ് നമ്മളിവിടെ മാറ്റാനായിട്ട് പോകുന്നത്. ഇവിടെ ബ്ലാക്ക് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഫേസിൽ. ഇതെങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളത്, ഈ സ്കിൻ സ്മൂത്ത് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ഡോട്ടൊക്കെ മായ്ച്ചിട്ടുള്ളത് ഈ ഹീലിംഗ് ടൂൾ ഉപയോഗിച്ചും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പാച്ച് ടൂളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് നീക്കിയാണ് നമ്മൾ ഒരുവിധം എല്ലാം മായ്ച്ചിട്ട് നമ്മൾ ബ്ലർ ഉപയോഗിച്ച് സ്മൂത്താക്കി എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് സ്കിന്നിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ഇതിങ്ങനെ മായ്ച്ച് എടുക്കുന്നതിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ട്രിക്കുണ്ട്. ചെറിയ കാര്യമല്ല, അത് ഇച്ചിരി നല്ലോണം നോക്കണം, എങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ക്ലിയറായിട്ട് നിങ്ങൾ നോക്കുക, ഇതെങ്ങനെ ആദ്യം നമുക്കൊന്ന് മായ്ക്കാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തില്ല, Ctrl+J അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി കിട്ടും. എന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ചാനൽസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇതിവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിൻഡോസിൽ പോയാൽ മതി, നിങ്ങൾക്ക് അവിടെ ഓൺ ചെയ്തിടാൻ പറ്റും. ഇത് എന്തൊക്കെയായാലും അതിനകത്ത് കാണും, അങ്ങനെ കാണാതിരിക്കത്തൊന്നുമില്ല. ഓക്കെ, ചാനൽസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ RGB റെഡ് ഗ്രീൻ ബ്ലൂ ഇങ്ങനെ 4 കാണാം നിങ്ങൾക്ക്. അതിൽ ഈ RGB കളറുകളാണ് അതായത് റെഡ് ഗ്രീൻ ബ്ലൂ ഇങ്ങനെയുള്ള RGB കളറുകളാണ് നമ്മുടെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയാക്കി തരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മളിതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റിമൂവ് ചെയ്യേണ്ട കാര്യം ഏതിലാണ് കൂടുതലായിട്ടുള്ളതെന്ന് നോക്കുക. റെഡിൽ കാണാൻ പറ്റുന്നില്ല, ഗ്രീനിൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് ബ്ലാക്ക് കാണാം. ഓക്കെ, ബ്ലൂ എടുത്തപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇവിടുത്തെ ഡോട്ട്സൊക്കെ നല്ല രീതിയിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, Ctrl+J അടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് പയ്യെ വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ താഴെ കണ്ടോ ന്യൂ ലെയറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലസ് ബട്ടൺ, ഒരു ചതുരത്തിനകത്ത് ചെറിയൊരു പ്ലസ് കൊടുത്തിട്ടൊരു ഐക്കൺ കാണാം, അതിൻ്റെ മുകളിൽ കൊണ്ട് വലിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയായി. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നരുത്, കാരണം ഞാൻ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്രയും ചെറിയ രീതിയിൽ ഈ ചതുരത്തിനകത്ത് പ്ലസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇട്ടാൽ മാത്രമേ അതുപോലെ അറിയാത്ത ആൾക്കാർ കാണും. അവർക്ക് യൂസ് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. കാരണം ഞാനും ഇത് പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്, ഇതിൻ്റെ പേരൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കാനൊക്കെ പാടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പച്ച മലയാളത്തിലേ ഞാൻ പറഞ്ഞു പോകൂ. ബോറിംഗ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, സോറി. അപ്പോൾ അത്രയും അറിയാത്തവർക്ക് അത് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി ട്യൂട്ടോറിയലിലോട്ട് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ബ്ലൂവിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അല്ലേ, ഇനി കോപ്പിയിലാണ് നമ്മൾ മൊത്തം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം എന്തുകൊണ്ട് ഇതിൽ ചേഞ്ച് ചെയ്തുകൂടാന്ന്. ഇതിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ RGB കളറിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഫോട്ടോ അവിടെ തന്നെ വേണം നമുക്ക്, അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലൂവിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഫിൽറ്ററിലാണ്. ഫിൽറ്ററിൽ പോയിട്ട് താഴെ വന്ന് അത് എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് അതിൽ രണ്ടാമതായിട്ട് ഹൈ പാസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹൈ പാസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ഫോട്ടോ ഒരുപാട് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ വെക്കരുത്. കുറച്ചതിന് ശേഷം ഇതിങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ നിങ്ങളുടെ പാടുകൾ തെളിഞ്ഞ് കാണാൻ പറ്റുന്ന രീതിയിലാകുമ്പോഴത്തേക്കും നിങ്ങളങ്ങ് നിർത്തുക കേട്ടോ. അതായത് നിങ്ങളുടെ പാടുകൾ കുറച്ചൊന്ന് തെളിഞ്ഞ് കാണുമ്പോഴത്തേക്ക് ഓക്കെ, ഏകദേശം ഓക്കെ. നിങ്ങൾ എല്ലാ ഫോട്ടോസിലും ഇത് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വരണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ പഠിക്കാൻ പറ്റും. നമുക്ക് എക്സ്പീരിയൻസ് ആയാലേ അത് ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു തവണ ഫെയിലായെന്ന് വെച്ച് നിർത്തരുത്, പിന്നും ചെയ്തുകൊണ്ടേ ഇരിക്കുക എഡിറ്റിങ്. അങ്ങനെ ഫോട്ടോഷോപ്പ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ഒരു 37 40 കൊടുത്തിട്ട് നമ്മൾ ഹൈ പാസ് ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇമേജിലേക്ക് പോവുക. ഇമേജിൽ പോയിട്ട് നേരെ താഴോട്ട് വന്നെങ്കിൽ ഇവിടെ കാൽക്കുലേഷൻസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഈ അപ്ലൈ ഇമേജിൻ്റെയൊക്കെ താഴെയായിട്ട് ഇമേജിൽ കാൽക്കുലേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബ്ലാക്കൊക്കെ ഇങ്ങനെ ഇറച്ചി നിൽക്കുന്നല്ലേ. നിങ്ങളിത് ആദ്യമായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്ലെൻഡിങ് മോഡിൽ നോർമലായിരിക്കും കിടക്കുക ഇവിടെ. അപ്പോൾ നിങ്ങളത് മാറ്റിയിട്ട് ഹാർഡ് ലൈറ്റ് ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബ്ലാക്കൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് മുമ്പോട്ട് കയറി വരും. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലെയറും കൂടി ഇവിടെ വന്നല്ലേ. ഇനി നമ്മൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക, അതേപോലെ ഇമേജ് എടുക്കുക, കാൽക്കുലേഷൻസ് എടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി പോപ്പായി. ഇനി നമ്മൾ ഒന്നുകൂടി പോവുക, കാൽക്കുലേഷൻസ് എടുക്കുക,
ഇവിടെ ഹാർഡ് ലൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക, ഓക്കെ കൊടുക്കുക. ഇപ്പം നമുക്ക് ആ ഒരു സ്കിന്നിലുള്ള ബ്ലാക്കുകൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പോപ്പായി അല്ലേ. ഇനി നമ്മൾ ഓക്കെ എത്ര പോപ്പായിട്ട് വരണോ അത്രയും ആക്കി വയ്ക്കുക. ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ പല സ്ഥലവും നമുക്ക് ഒരുമാതിരി ആയിപ്പോൾ. അതുകൊണ്ട് ഇത് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഒരു തവണ ചെയ്ത് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ഈ ഫോർഗ്രൗണ്ട് കളറുണ്ടല്ലോ വൈറ്റ് ആക്കുക. താഴെയാണിത് കിടക്കുന്നതെങ്കിൽ ഈ ഒരു സിമ്പിളിൽ ഞെക്കി കൊടുത്താൽ അങ്ങ് വൈറ്റ് ആയിക്കോളും കേട്ടോ. ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ബ്രഷിൻ്റെ ഫ്ലോയും എല്ലാം ഒന്ന് 100 ആക്കി ഇടുക. നമുക്ക് ഒരുപാട് ബ്ലർ വേണ്ട, കുറച്ചുകൂടി ഹാർഡാകാം, ഹാർഡ്നെസ് കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഡോട്ട്സ് അല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, അത് ഈ വൈറ്റ് ഉപയോഗിച്ച് അത് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക കേട്ടോ, ഫുള്ള് പെയിൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ട എന്നുള്ള ഭാഗങ്ങളെല്ലാം ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക. ഈ ഹെയറിൻ്റെ ഭാഗമൊക്കെ കളയുക, അതൊന്നും വേണ്ട, നമുക്ക് ആ ഡോട്ട്സ് മാത്രം മതി. അതുകൊണ്ട് ഇതൊക്കെ കളയുക. ഈ ഒരുപാട് ബ്ലാക്ക് ഉണ്ടെന്ന് വെച്ചാൽ അതൊന്നും അഴുക്കായിരിക്കില്ല, മുഖത്തുള്ള പാടുകളാവാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർഡ് ലൈറ്റൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതങ്ങനെ ആയി തോന്നുന്നതാണ്. നമ്മൾ അതുകൊണ്ട് ഒരുപാട് അതിനിട്ടേക്കണ്ട, നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം മായ്ച്ച് കളയാം കേട്ടോ. ബാക്കി എന്തെങ്കിലും നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് വല്ല ഡോട്ട്സ് വരണമെങ്കിൽ അതല്ലാതെ നമ്മൾ ഹീലിംഗ് ടൂൾ ഉപയോഗിച്ച് 1-2 ആണെങ്കിൽ നമുക്ക് കളയാം സിമ്പിളായിട്ട്. അതുകൊണ്ട് അതൊന്നും ആരും നോക്കണ്ട, ജസ്റ്റ് ഇതിങ്ങനെ മായ്ച്ച് ഫുള്ള് കളയുക. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെയും മായ്ച്ച് കളയുക. കണ്ടോ, ഇതിങ്ങനെ ഫുള്ള് മായ്ച്ച് കളയാം. എന്നിട്ട് ഈ കണ്ണും നമ്മൾ ക്ലിയറായിട്ട് മായ്ച്ചെടുക്കുകയാണ്. ഇതൊന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ മായ്ച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഒരു മാസ്ക് കണക്ക് ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, സോറി, ഞാൻ ഇവിടെയും മായ്ച്ചില്ല. ലിപ്പും നമ്മൾ മായ്ച്ച് കളയുക. നമുക്ക് റിമൂവ് ചെയ്യണ്ട എന്നുള്ള സാധനങ്ങൾ മാത്രമാണ് മായ്ക്കുന്നത്. ആ പാട് മാത്രം അവിടെ ബാക്കി നിർത്തിയാൽ മതി. ബാക്കി മൂക്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഫുള്ള് മായ്ച്ച് കളയാം കേട്ടോ. ഉണ്ടോ, അതിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പാടുകൾ നമ്മളിപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് മായ്ക്കാം, കുഴപ്പമില്ല, ഹീലിംഗ് ടൂൾ വെച്ച് മാറ്റാം. ഓക്കെ, ഇത്രയും ബാക്കി വന്നു അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വട്ടം ഇങ്ങനെ കുത്തിട്ടിട്ട് കുറേ ഒരു വട്ടം ഉണ്ടാക്കി വെച്ചിരുന്നുണ്ടോ, ആ ഐക്കൺ കണ്ടോ. ആ ഐക്കണിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അവിടെ എഴുതി കാണിക്കും ലോഡ് ചാനൽ ആസ് സെലക്ഷൻ. ഈ ചാനലിനെ സെലക്ഷനായിട്ട് മാറ്റാനായിട്ടാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അവിടെ കുറച്ച് സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ബ്രഷ് ഇട്ട് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത്, ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ എടുക്കുക. അതായത് നമ്മൾ ഇത് ഞെക്കിയതിന് ശേഷം, അതായത് സെലക്ഷൻ ഞെക്കിയതിന് ശേഷം, ലോഡ് സെലക്ഷൻ ഞെക്കിയതിന് ശേഷം വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ടൂൾ മാറ്റി കൊടുക്കുക. ലാസോ ടൂളോ അല്ലെങ്കിൽ ക്വിക്ക് സെലക്ഷൻ ടൂളോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ടൂൾ എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷൻ, രണ്ടാമതായിട്ട് വരുന്ന ഓപ്ഷൻ. അതായത് നമ്മൾ ടൂള് മാറ്റി, നമ്മൾ ബ്രഷ് ഇട്ട് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വർക്കാവില്ല. അതുകൊണ്ട് നമ്മളിവിടെ ടൂള് മാറ്റി ലാസോ ടൂളോ ക്വിക്ക് സെലക്ഷൻ ടൂളോ ഏതെങ്കിലും എടുത്തിട്ട് ഇവിടെ ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുറത്തുള്ള സെലക്ഷൻ മാറിയിട്ട് ഈ ബ്ലാക്കിലോട്ട് സെലക്ഷൻ ആയി അല്ലേ, ബ്ലാക്കിലോട്ടായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡോട്ട്സ് നമുക്ക് മായ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അതിന് ആദ്യം നമ്മൾ ഡോട്ട്സ് എന്താണെന്നുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞുതരാം. നമ്മൾ ഈ ഫേസിൽ ഒരു ഡോട്ട് വരിക, അല്ലെങ്കിൽ ഒരു സ്കിൻ ടെക്സ്ചറിൻ്റെ വ്യത്യാസം വരിക, അല്ലെങ്കിൽ ഒരു മുഖക്കുരു തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു കറുത്ത പാട് ശരീരത്ത് നമുക്ക് ഫോട്ടോയിൽ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, നമ്മുടെ സ്കിന്നിൻ്റെ ടോണല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം, പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു കുത്തായിട്ട് കൂടുതൽ ഡാർക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കളർ വരുമ്പോൾ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ കളർ അല്ലാതെ ഏതെങ്കിലും ഒരു കളർ വരുമ്പോഴാണ് അതിന് നമുക്ക് സ്കിന്നിൽ റാഷായിട്ടോ അല്ലെങ്കിൽ പാടുകളായിട്ടോ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാടുകളെയാണ് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ RGB എന്നും പറഞ്ഞ് മുകളിലുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഫേസിൽ വരുന്ന ഡോട്ടുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ഡോട്ട് അല്ലാതെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ എടുത്ത് കളയാൻ കേട്ടോ. അതിനായിട്ട് നിങ്ങളിവിടെ ഈ സെലക്ഷൻ ടൂൾ ഇവിടെ കിടക്കുകയല്ലേ, ലാസോ ടൂളോ ഏതും ആയിക്കോട്ടെ. എന്നിട്ട് നിങ്ങളിവിടെ ആൾട്ട് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നിങ്ങൾക്കിവിടെ വെട്ടത്ത് വെച്ച് കാണിച്ചു തരാം. ഈ വൈറ്റിൽ നോക്കിക്കോളൂ നിങ്ങൾ. നമ്മൾ ആൾട്ട് ഞെക്കുമ്പോൾ ഈ ലാസോ ടൂളിൻ്റെ അവിടെ ഒരു മൈനസ് വരുന്നുണ്ടല്ലേ. കൺട്രോൾ ഞെക്കുമ്പോൾ കൺട്രോൾ ഞെക്കണ്ട, നമുക്കല്ലാതെ തന്നെ അത് പ്ലസ് ആയിട്ട് കിടക്കുകയാണ്. നമുക്കിവിടെ നോക്കി ആൾട്ട് ഞെക്കുമ്പോൾ മൈനസ് ആവുന്നുണ്ടല്ലേ.
അപ്പോൾ നമ്മൾ മൈനസ് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇവിടെ ഇത്രയും സെലക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ആ സെലക്ഷൻ അങ്ങ് പൊക്കോളും. കണ്ടോ? ഇത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ സ്മൂത്ത് ചെയ്യുമ്പോൾ അങ്ങ് പൊക്കോളും. അത് വലിയൊരു പാടല്ല. അതുകൊണ്ട് നമുക്കതിനെ കളയാം. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി സിമ്പിളായിട്ട് നോക്കാം. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ തിരുത്തി പോകുന്നുണ്ട്. ഇവിടെയും കൂടി അങ്ങ് മായ്ച്ച് കളയാം. ഓക്കെ, അതും മായ്ച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺട്രോൾ എം ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ എം കർവ്സ് എടുത്തിട്ട് കർവിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ലൈറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. അതായത് ആ ഫേസിൻ്റെ ലൈറ്റുമായിട്ട് മാച്ചാവുന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ വീണ്ടും റിവേഴ്സ് ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഓക്കെ ഒരുവിധം ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുത്ത് നോക്കാം. ഇതിപ്പോൾ ആയോ എന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ കൺട്രോൾ, ഇപ്പോൾ നമുക്കിത് ഇവിടെ ഒരു സെലക്ഷൻ കിടക്കുന്നുണ്ടോ, ഈ ഒരു സെലക്ഷൻ പോകാനായിട്ട് കൺട്രോൾ ഡി ഞെക്കി കൊടുത്താൽ മതി. അതങ്ങ് പൊക്കോളും. ടടായി, മാറിയല്ലേ? ഒരു പക്ഷേ മാറിയില്ലെങ്കിൽ കൺട്രോൾ ഇസഡ് അടിക്കുക. നിങ്ങൾ ഇസഡ് അടിച്ച് 2 തവണ ഇസഡ് അടിക്കുമ്പോൾ ബാക്കിലോട്ട് പോകും. എന്നിട്ട് ഒന്നും കൂടി കൺട്രോൾ എം അടിച്ചിട്ട് കർവ്സിൽ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ലെയറിൽ വരികയാണ്. ഓക്കെ, നമ്മളിങ്ങനെ ആക്കി, ഇത് ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ ഫുള്ള് ഇങ്ങനെ ആക്കി മാറ്റി. ഓക്കെ, ഇനി കുറച്ച് പാടുകളേ ഉള്ളൂ. അത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇവിടെ പാച്ച് ടൂളോ അല്ലെങ്കിൽ സ്പോട്ട് ഹീലിംഗ് ടൂളോ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മായ്ച്ചടിച്ച് കളയാനേ ഉള്ളൂ. മറ്റേത് ഒരുപാടുണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് സമയം പോകുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് സമയം എടുത്തത്. അല്ലാതെ ചെയ്യുമ്പോൾ നമുക്കത് സ്പീഡിന് ചെയ്യാൻ പറ്റും, വളരെയധികം സ്പീഡിന് ചെയ്യാൻ പറ്റും. ഇതല്ലെങ്കിൽ ഒരു ആക്ഷനായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ആക്ഷനായിട്ട് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ അതിൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ടാൽ മതി. അത് ഞാൻ കറക്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഏതൊരു കാര്യവും ആക്ഷനായിട്ട് സേവ് ചെയ്താൽ അടുത്തൊരു ഇമേജ് അതേ കണക്കത്തെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ആക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ആ ഇമേജ് ആ ആക്ഷൻ തന്നെ സ്വയം ചെയ്തു തരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഏകദേശം ഓക്കെ ഇത്രയും മതി. ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് റിമൂവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ മാറ്റുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇതേ ഇമേജ് എടുത്ത് പഠിക്കാനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ കയറി നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിൽ കയറി ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെയാണ് ഇരുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആക്കി മാറ്റി. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പെട്ടെന്ന് പോവാണ്. നമ്മൾ ഫിൽറ്ററിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ നേരെ അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം കേട്ടോ. കൺട്രോൾ ജെ അടിച്ച് ഒരു കോപ്പിയും കൂടെ ഇതെടുത്തിടുക. എന്നിട്ട് നമ്മൾ ഫിൽറ്ററിലോട്ട് പോയിട്ട് നമ്മൾ ബ്ലറിൽ വന്നിട്ട് ബ്ലർ എഫക്റ്റിൽ വന്നിട്ട് നമ്മൾ ഗോഷൻ ബ്ലർ കൊടുക്കുക. ഗോഷൻ ബ്ലർ കൊടുത്തിട്ട് ഇവിടെ ഏകദേശം നമുക്കൊന്ന് മങ്ങി വരുന്ന സ്കിന്നൊന്ന് മങ്ങട്ടെ, ആ ഒരു പാടുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആവട്ടെ. അത് കണക്ക് വെച്ചിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആൾട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു ബ്ലാക്ക്, അതായത് ബ്ലാക്ക് നമ്മൾ മാസ്ക് അടിക്കാൻ പോകണം. അതായത് ആൾട്ട് ഞെക്കി പിടിച്ച് മാസ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാസ്ക് ആയി അല്ലേ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രഷ് എടുക്കുക, ഫോർഗ്രൗണ്ട് വൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമ്മൾ ഫ്ലോ ഒന്ന് ഒരു 50 ആക്കി ഇടുക. 50 കുറച്ചൊക്കെ ഇടാം, നിങ്ങളുടെ ഇമേജിനനുസരിച്ച്. നിങ്ങൾക്ക് എത്ര ബ്ലർ വേണം എന്നുള്ളതനുസരിച്ചാണ് അത് വ്യത്യാസമാകുന്നത്. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതിൻ്റെ കാര്യം, ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടാകും, ഡീപ്പായിട്ട് പറയുന്നില്ല. നിങ്ങളതിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് കയറി കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മളിവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് പറയുന്ന ഈ സെക്ഷൻ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് എടുക്കുക. നമ്മൾ ഒരിക്കലും ഈ എഡ്ജസിലൊന്നും ബ്രഷ് ചെയ്യരുത് കേട്ടോ. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി കണ്ടോ മങ്ങിപ്പോവും. അതുകൊണ്ട് അവിടെ നിങ്ങൾ ബ്രഷ് ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് നിങ്ങളുടെ ആ പാടുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ ജസ്റ്റ് അടിച്ചു പോവുക. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഇമേജിൻ്റെ ഷേപ്പിനനുസരിച്ച് ചെയ്യാൻ നോക്കണം കേട്ടോ. അത് ഇമേജ് ഇപ്പോൾ നമ്മൾ ഇവിടെ ലിപ്പിൻ്റെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ ലിപ്പിൻ്റെ അതേ ഷേപ്പിൽ ഇങ്ങോട്ട് താഴോട്ട് തന്നെ പ്രസ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ മായ്ച്ചെടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ പുരികത്തിൻ്റെ ഇവിടെ ചെയ്യുകയാണ്, അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ രീതിയിൽ തന്നെ ആ പുരികം എങ്ങനെയാണ് പോയിരിക്കുന്നത് അതേ ഷേപ്പിന് ഓടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റിന് കിട്ടത്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ, മെനക്കെട്ടിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ നിർത്തുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം. ഇത്ര ആക്കി എടുത്തു. നമ്മൾ ആദ്യം നോക്കി എന്താണ്
ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എങ്ങനെ ഇങ്ങനെ ഇരുന്ന ഫോട്ടോയുടെ ആദ്യം ഈ പെട്ടെന്ന് ഈ ഡോട്ട്സൊക്കെ നമുക്ക് മാറ്റാൻ മാത്രമേ സ്മൂത്താക്കി എടുക്കാൻ പറ്റൂ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം അത് മായ്ച്ചു, അത് മായ്ക്കുന്നത് ആദ്യം കാണിച്ചു, അത് കഴിഞ്ഞിട്ട് സ്മൂത്ത് ചെയ്തു. ടടാ, ഇതിനെ രണ്ടും ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇരുന്ന ഇമേജാണ് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഈ സ്മൂത്ത് ചെയ്യുന്ന ലാസ്റ്റ് കാണിച്ച സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആക്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ആക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ആക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തന്നെ സ്വയം ഇതെല്ലാം മായ്ച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് തരും. ആ രീതിയിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം, അടുത്തൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഏറ്റവും കൂടുതലെന്ന് ചാനലിൽ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യൂബിളായിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ഇട്ടിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോസിൽ ഇമ്പ്രൂവ് ചെയ്ത് ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് മനസ്സിലാവുന്നത്, ഞാൻ എങ്ങനെ ട്യൂട്ടോറിയൽ ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.